ഇപ്പോഴേ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ കൊപ്ര വീട്ടിൽ ഉണ്ട്, നാളികേരം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പോൾ അതിൽ ഉണങ്ങിക്കിടന്നിരുന്ന കൊപ്ര ഞാൻ എടുത്തിട്ട് അരിഞ്ഞിട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിഞ്ഞിട്ടതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്കല്ല തിരിക്കണം സ്വാഭാവികമായിട്ടും. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് 2-3 തിരിതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെരുക്കിയെടുത്തതിനേലും ഭംഗിയായിട്ട് നമുക്ക് ആ നാളികേരമാണെങ്കിലും ഇങ്ങനെ തന്നെ കിട്ടും. കൊപ്ര ആയതുകൊണ്ട് നല്ല രീതിയിൽ കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഉണക്കമുളക്, പെരിഞ്ചീരകം, ഉലുവ, കുറച്ച് കുരുമുളകും കൂടി, കുറച്ച് കരിവേപ്പിലയും, 3-4 വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലോണം കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് വയ്ക്കണം. എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ഇത് ചെല്ലണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ട് നമ്മളത് അരയ്ക്കണ സമയത്താണ് ചേർത്ത് കൊടുക്കാറുള്ളത്. നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളകിട്ട് വെട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചതിനെടുക്കുന്നതാണ് നല്ലത്. ഒന്ന് മിക്സ് ചെയ്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല, 3-4 ഇട്ടിട്ടേ ഉള്ളൂ വെറുതെ. പിന്നെ സവാളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഉപ്പിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പുരട്ടി വച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ